Makeup. No, no, I'll make some tea. അയ്യോ അങ്ങനെ ചെയ്യുന്നോ? എനിക്കിഷ്ടമാവുന്നു. ഇതെന്താ കൗൺസിലിംഗ് ആണ് അതൊക്കെ? എന്തോ അത് ചേച്ചി എന്തിനാ ഒന്നും ഉണ്ടാക്കത്തില്ല? ചേച്ചിക്ക് കുറച്ച് പഞ്ചസാരന്റെ സുഖമുണ്ട് കൈസ്. അത് നമ്മൾ അനുമോളോട് പുള്ളിക്കാരിനെ പറയുന്നത്. എനിക്ക് എന്താ അറിയാം, പഞ്ചസാര ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തിന്നോണ്ടേയിരിക്കാൻ തോന്നുന്നു. അത് എന്തോന്നും അറിയത്തില്ല. എനിക്ക് പഞ്ചസാരയിലാണ് ജീവിക്കാൻ പറ്റില്ല. ചേച്ചി കുറച്ച് പഞ്ചസാരന്റെ സുഖമുണ്ട് കൈസ്, അതെല്ലാവരും ക്ഷമിക്കുക. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, പഞ്ചസാര എടുത്ത് കയ്യിലിട്ട് അതേ സ്പൂൺ വായിൽ വെച്ച് പിന്നെ അത് ആ സ്പൂണിനകത്ത് തന്നെ കുത്തിവെക്കുന്നു. നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ കഴിച്ച പ്ലേറ്റിനകത്ത് ഭർത്താക്കന്മാര്, അമ്മമാര്, അച്ഛന്മാര്, സഹോദരികൾ, മക്കളൊക്കെ കഴിക്കും. ഞാൻ കഴിക്കാറുണ്ട്. എന്റെ അനിയത്തി ചേച്ചിയെ കഴിച്ച പ്ലേറ്റിൽ കഴിക്കും, ഹസ്ബൻഡ് കഴിച്ച പ്ലേറ്റ് കഴിക്കും. അതേപോലെ തന്നെ തിരിച്ച് ഞാൻ കഴിച്ച പ്ലേറ്റിനകത്തൊക്കെ അവർ കഴിക്കും. ഇപ്പൊ ഞാനിങ്ങനെ സ്പൂൺ ഇങ്ങനെ എന്തെങ്കിലും സാധനം കഴിച്ചു കഴിഞ്ഞിട്ട് ആ സ്പൂൺ കൊടുക്കുകയാണെങ്കിൽ അവരത് യൂസ് ചെയ്യും. ഫ്രണ്ട്സ് അങ്ങനെ എല്ലാവരുടെ ഇടയിലും അത് സംഭവിക്കും. പക്ഷെ ഇവര് പല പല ചുറ്റുപാടുന്ന്, പല പല ദേശത്തുനിന്ന്, പല പല ആ ഒരു ഇതിന്ന് വരും, പല പല ഹൈജീൻ രീതികളിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ ഇവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ വേണം നമ്മളെ വീട്ടിലല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പോകുന്ന സമയത്ത് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയല്ലേ? നമ്മൾ നമ്മളെ വീട്ടിൽ ഇപ്പോൾ എന്റെ മക്കളൊക്കെ അവർ വായിലെടുത്ത് ചവച്ചിട്ട് വേഗം പറഞ്ഞിട്ട് എന്റെ വായിക്കാതെ തിരിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരിയൊക്കെ ഇപ്പോൾ ബി ഹൗസിനകത്ത് ഇത്രയും പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കെ നമുക്ക് അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാൻ അവിടെ പോയിട്ട് പറ്റും ഇല്ല. അപ്പൊ നമ്മൾ അവിടെ കീപ്പ് ചെയ്യേണ്ട ചില മാനേഴ്സ് ഉണ്ട്. നമ്മൾ വീട്ടിലുള്ള പോലെ തന്നെ അവിടെ കളിച്ചിട്ട് ഒരു കാര്യമില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വീട്ടിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് അവിടെ ചിന്തിച്ച് ചിന്താശേഷിയോട് കൂടി പ്രവർത്തിക്കേണ്ടത്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ഒരു വായിലിട്ടിട്ട് എടുക്കുന്ന സ്പൂൺ തിരിച്ച് അങ്ങനെ തന്നെ അതിനകത്ത് കുത്തി വെക്കുക, അതൊന്നും അത്ര നല്ലതല്ല. നമ്മൾ യൂസ് ചെയ്ത ഒരു സാധനം നമ്മളെ തുപ്പലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ നാളെ ആ സ്പൂൺ അതേ സ്പൂൺ എടുത്തിട്ട് അവർ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യും. എനിക്കത് കണ്ടപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊക്കെ സാധാരണമായി ഇടയ്ക്കൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. പക്ഷെ അങ്ങനെയാണോ ബി ഹൗസ്? എനിക്ക് തോന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ലക്ഷ്മി നക്ഷത്രം അനുമോളെ കുറിച്ചും രേണു സുധിനെ കുറിച്ചും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടെ പ്ലേ ചെയ്യാം. രേണു ചേച്ചിയുടെ തലയിൽ ഫേനാണെന്നുള്ള സാധനം നമ്മളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഒരാളെ സംബന്ധിച്ച് അത് ഇങ്ങനെ പബ്ലിക്കായിട്ടാണ് സംസാരിക്കുന്നത്. അല്ലേ, പബ്ലിക്കായിട്ട് ഒരാളുടെ ഹൈജീനെ കുറിച്ച് ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ ഈ പേൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്കാരി മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ചോദിക്കുന്ന ചോദ്യകർത്താവ് വിടുമോ? ലാസ്റ്റ് ഗതി കിട്ടി പുള്ളിക്കാരി അതിന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ സീസണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ രേണു, പിന്നെ അതേമാതിരി ജിസൈൽ, ആദില, നൂറ അങ്ങനെയുള്ള ആളുകൾ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ജിസൈൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തൊരു കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ആരുടെയും തലക്കില്ലാത്ത പ്രശ്നം ഈ പുള്ളിക്കാരന്റെ തലയ്ക്ക് മാത്രം വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ തലയിൽ പേൻ എന്ന് പറയുന്ന സംഭവം ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ അത് വൃത്തിയും കാര്യങ്ങളും ഇല്ലാതെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അതങ്ങനെ ഇപ്പൊ സംഭവങ്ങൾ മുഴുവൻ റോമ ഹെയർ കെയർ സെന്ററിലേക്ക് പോകുന്ന പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കിടക്കുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്, ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച ജിസൈലിനോ, ജാസ്മിനോ, ആദില, നൂറയ്ക്കോ, പിന്നെ സരിക എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ ഒരു പാന്റെ ശല്യമോ വേറെ ചൊറിച്ചിലോ പറച്ചിലോ ഒന്നുമില്ല. പക്ഷേ രേണു സുധിക്ക് ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ വെച്ചുകൊടുത്ത ആ ഒരു ഹെയർ കെയർ സെന്ററിൽ നിന്ന് രേണുവിൽ വെച്ചുകൊടുത്ത ഹെയർ എക്സ്റ്റൻഷൻ പക്കാ പോക്കാണ്, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തതാണെന്നേ ജനങ്ങൾ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല, ഇവർക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവർ കുളിക്കുന്ന ആളാണ്, അപ്പോൾ ഇവരുടെ തല പേൻ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റൻഷന്റെ കുഴപ്പമെന്ന് തന്നെ ഇത് ആളുകൾ ചിന്തിച്ചെടുക്കുള്ളൂ. സോ ഇത് അവർ ഹൈജീനായിട്ട് സാധനം കൊണ്ടുവരുന്ന പ്രശ്നം തന്നെയാണ് കേട്ടോ. അതിന് മുമ്പേ അവർ തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതാണ്. അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ കിടക്കൊണ്ട് പോയി കണ്ടോളൂ. ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ അൾട്ടിമേറ്റ്ലി എല്ലാവരും 100 days ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ട് ഒരാളുടെ ലൈക് ഹൈജീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലൈക് എന്താ ചോദ്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു. അതിന് ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസറേ അനു പറഞ്ഞിട്ടുള്ളൂ. അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അതെ, ലക്ഷ്മിക്ക് ബോധമുണ്ട്. അവിടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്കിന്റെ ഭാഗമായിട്ട് അനു അത് എടുത്തു വെച്ചു, അത് പറഞ്ഞു. അത് കുഴപ്പമുണ്ടെന്ന് ലക്ഷ്മിക്ക് തോന്നില്ല. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാണുന്ന ഒട്ടുമിക്ക പ്രേക്ഷകർക്കും തോന്നില്ല. കുഴപ്പം തോന്നിയത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള അനുവിന് ഇഷ്ടമില്ലാത്ത ചില കണ്ടസ്റ്റൻസിനും ഈ രേണു സുധിക്ക് മാത്രമാണ്. അപ്പോഴേക്കും നാണക്കേടായി, വിഷമമായി, പതുക്കെ പറഞ്ഞാൽ മതിയായിരുന്നു, മാറ്റി നിർത്തി പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെയായി. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അത് പല വഴിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം രേണു സുധിയുടെ കാര്യത്തിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേണു ചേച്ചി ഇപ്പൊ അത് തന്നെ കാലമായിട്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളും നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ അതിനെ പറ്റി പറയും, അത് വിഷമം ഉണ്ടെന്നുള്ളത്. അത്രയേ ഉള്ളൂ. ഇത് ഗെയിമാണ്. നാളെ രേണു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് അനുവിന്റെ ഓപ്പോസിറ്റ് വരുമായിരിക്കും. അതവിടെ ഇതിനു മുമ്പും എന്ന് വന്ന് പിന്നെ പുള്ളിക്കാരി പ്ലേറ്റ് തന്നത് ശരിയാണ്. മുഴുവൻ ഞാൻ ബാക്കി പറയും. ഇതിനു മുമ്പ് പല കാർഡുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി. പുതിയൊരു കാർഡ് കിട്ടി. അതുകൊണ്ട് എത്ര കാലം കഴിക്കാൻ പറ്റുമോ അത്രയും കാലം കഴിക്കട്ടെ. അപ്പൊ കൈസ് അത് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. പിന്നെ എല്ലാവരോടും പ്രത്യേക ഒരു കാര്യം കൂടി പറയുന്നു. ബിഗ് ബോസ് ഹൗസിലെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പുറമേയുള്ള കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് ഹൗസിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. അതിൽ രേണു സുധി പെടുന്നതെങ്കിൽ സ്വാഭാവികമാണ്. രേണു സുധിയെ കുറിച്ച് വീഡിയോ ചെയ്യരുത് എന്ന് യൂട്യൂബിന്റെ അൽഗോരിതമോ യൂട്യൂബ് പോളിസിയോ ഇല്ല. സോ നമ്മൾ നമ്മുടെ കണ്ടന്റ് ആക്കി രേണു സുധിയെ ചെയ്യുന്നത് കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ കാണാതിരിക്കുക, കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം കാണുക. ഓക്കെ ബൈ.